സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. അയ്യോ, എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അവർ തമ്മിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ അയക്കുമല്ലോ, എനിക്ക് ഇങ്ങനെ റെക്കോർഡിങ്ങിൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ചേച്ചി. അതുകൊണ്ടാണ് വൾഗർ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ ഈ പെൺകുട്ടി? ചോദിച്ചു. സുജി അടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഇവളെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന എന്തിനാന്ന് എനിക്ക് അറിയില്ല. അവർക്ക് റേറ്റിംഗിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ പിന്നെ ഇപ്പൊ നിലവിൽ അവളാണല്ലോ ഉള്ളത്. രേണു സുധിയുടെ കൂടെ നിൽക്കുന്ന അതേ പാറ്റേണിലാണ് സുധി എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ സംസാരത്തിലാണ് വീണുപോയത്. അങ്ങനെ തന്നെയായിരുന്നു. അല്ലാതെ രേണുവിനെ മാത്രമല്ല പൊന്നെ ചക്കരയെന്ന് വിളിക്കുന്നത്. എനിക്കിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നടക്കാൻ ഇഷ്ടമല്ല. എനിക്ക് പുള്ളിയുടെ ഭാര്യ എന്ന ലേവല് മേടിക്കുന്ന ഇഷ്ടമല്ല. പുള്ളിയുടെ ഭാര്യ ആയിരുന്നു എന്ന് പറയാനും ഇഷ്ടമല്ല. അതായത് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്നോട്, എന്ത് കണ്ടിട്ടാണ് ഇവളുടെ പുറകെ പോയെന്ന്. ദിവസം കുറച്ച് കാര്യങ്ങളും ഞാൻ പറയാം. എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എന്റെ ഒരു കസിൻ ചേച്ചി, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന 1-2 ചേട്ടന്മാര്. അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. പറയാൻ പറ്റും. 2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല. ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. അതിന് കാരണം ഈ രേണു തന്നെയാണ്. അത് ഞാൻ പറയാം. പിന്നെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഞങ്ങൾ ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ 1 വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനത്തെ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഈ അടുത്തിടെയാണ് ഇത് പറഞ്ഞത്. ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി എന്നോട്, ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു, എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഇവള് ചേച്ചിയോട് പറഞ്ഞു, അറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ്, അയ്യോ, എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്.